Assalamu alaikum wa rahmatullahi wa barakatuh. Quick Arabic for Foreign Language Beginnersന്റെ പാർട്ട് 20ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഹൗ ടു സേ വാട്സ്ആപ്പ് മീ ഇൻ അറബിക്, അറബിയിൽ എനിക്ക് വാട്സപ്പ് ചെയ്യൂ എന്ന് അറബിയിൽ എങ്ങനെ പറയാം എന്നാണ് നാം പഠിക്കാൻ പോകുന്നുള്ളത്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. നാം എന്ത് ചെയ്യുമ്പോഴും ആളുകളോട് വാട്സപ്പിൽ അത് അയക്കാൻ പറയും. ചില PDF ഫയലുകൾ പഠന ആവശ്യങ്ങൾക്കായി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നാം പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ, അതെനിക്ക് വാട്സപ്പ് ചെയ്തോളൂ എന്ന് അറബിയിൽ എങ്ങനെ പറയാം എന്നാണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നുള്ളത്. അതോടൊപ്പം വാട്സപ്പുമായി ബന്ധപ്പെട്ട അറബി പദങ്ങളും അവയുടെ മീനിങ്ങുകളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതും നമുക്ക് ഇതിൽ തന്നെ പഠിക്കാം. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് എന്നും കൂടി ഉണർത്തുന്നു. എന്നാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ ഒന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. ഇത് ഒരു വാട്സപ്പ് ചാറ്റിങ്ങിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിൽ ആദ്യത്തെ ഭാഗം നോക്കുക. ഹൽ ഇൻദക്കും കുതുബുൽ തഅല്ലും, ഹൽ ഇൻദക്കും കുതുബുൽ തഅല്ലും എന്നാണ് ചോദിക്കുന്നുള്ളത്. അതിനർത്ഥം ഡു യു ഹാവ് ബുക്സ് ഫോർ സ്റ്റഡിയിങ്, നിങ്ങളുടെ കയ്യിൽ പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി മറ്റേയാൾ പറയുകയാണ്, ലദൈ തസ്വീറാത്ത് ജമീ കുതുബ് ബിശക്ലിൻ PDF, എൻ്റെ കയ്യിൽ PDF രൂപത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളുടെ ചിത്രങ്ങളും ഉണ്ട്, ഇമേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഇമേജസ് ഓഫ് ഓൾ ബുക്സ് വിത്ത് ടൈപ്സ് ഓഫ് PDF എന്നാണ് പറയുന്നത്. അപ്പോൾ ശേഷം ആദ്യം പറഞ്ഞ ആൾ ചോദിക്കുകയാണ്, മുംകിൻ മുസാഅദതി, ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് ചോദിക്കുന്നുള്ളത്. ഇത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പഠിച്ചതാണ്, ക്യാൻ യു ഹെൽപ്പ് മീ, മുംകിൻ മുസാഅദതി എന്നത്. അതോടുകൂടെ അദ്ദേഹം പറയുകയാണ്, റാസിൽനി അൽ ജമീ അലാ ഹാദൽ വാട്സാപ്പ്, റാസിൽനി അൽ ജമീ അലാ ഹാദൽ വാട്സാപ്പ്, വാട്സപ്പ് മീ ഓൾ ഓൺ ദിസ് വാട്സാപ്പ്, ഈ വാട്സപ്പിൽ എനിക്കെല്ലാം വാട്സപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ശേഷം മറ്റേ ആൾ പറയാണ്, നഅം ഇൻഷാ അല്ലാഹ് സഅത്ല അൽ ഹീൻ, ഓക്കെ ഐ വിൽ സെൻഡ് ഇറ്റ്. നഅം ഇൻഷാ അല്ലാഹ് സഅത്ല അൽ ഹീൻ, ഓക്കെ ഐ വിൽ സെൻഡ് ഇറ്റ്. അപ്പം നഅം ഇൻഷാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? നഅം അതെ, ഓക്കെ എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതൊരു പ്രയോഗമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നത് ഒരു പ്രയോഗമാണ്. ദൈവത്തിൻ്റെ തുണയോടുകൂടെ ഞാനത് നിങ്ങൾക്ക് ചെയ്യാം എന്ന ഒരു മീനിങ്ങാണ് ഇവിടെ വരുന്നത്. സാധാരണ നാം പറയുന്നതാണല്ലോ ഇൻഷാ അല്ലാഹ് എന്നത്. എന്നാൽ ഗൾഫ് നാടുകളിലെ ഉപയോഗം പല വ്യത്യാസങ്ങളും ഉള്ളതാണ്. ഗൾഫ് നാടുകളിൽ ഉപയോഗിക്കുന്ന സ്പോക്കൺ അറബിക് ഇതുപോലെയല്ല. ഇത് ശരിയായ സ്പോക്കൺ അറബിക്കാണിത്, എവിടെയും ഉച്ചരിക്കാൻ പറ്റിയതാണ്. അതേസമയം ഗൾഫ് നാടുകളിൽ ഹൽ ഇൻദക്കും കുതുബുൽ തഅല്ലും എന്നത് ശരി തന്നെ ആയിരിക്കും ആദ്യത്തത്. എന്നാൽ രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ ലദയ്യ തസ്വീറാത്തുൻ ജമീ കുതുബ് ബിശക്ലിൻ PDF എന്ന് പറയുന്നത് ചിലപ്പോൾ ലദയ്യ സുവർ ജമീ എന്നും പറയും. തസ്വീറാത്തിന് പകരം സുവർ എന്നും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മുംകിൻ മുസാഅദതി അത് കറക്റ്റ് തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ ചോദിക്കുകയാണ്. അത് കറക്റ്റായ ഒരു ഉച്ചാരണമാണ്. ശേഷം റാസിൽനിൽ ജമീ എന്നതിന് പകരം തറഷ് അൽ ജമീ അലാ ഹാദ വാട്സാപ്പ്, അല്ലെങ്കിൽ അങ്ങനെ പറയും, തറഷ് എന്നാണ് പലയിടത്തും പറയാറ്. വ്യത്യസ്തമായ ഉപയോഗമാണ് ഈ സ്പോക്കൺ അറബിക് എന്ന് പറഞ്ഞാൽ. അതുപോലെ സാത്തല എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു, അതിൽ അർത്ഥം സാത്തല ഐ വിൽ സെൻഡ് ഇറ്റ് എന്നാണ്. അതിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരൂ, തല്ല അൽ ജമീ അലാ ഹാദൽ വാട്സാപ്പ് എന്നും ചിലയിടത്ത് പറയാറുണ്ട്. അപ്പോൾ ഗൾഫ് നാടുകളിൽ സ്പോക്കൺ അറബിക്ക് ഒന്ന് ഈ പറഞ്ഞതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഉണർത്തിയത്. ഇപ്പോൾ നാം ഇവിടെ കണ്ടെത്തിയ പദം എന്താണെന്നാൽ
റാസിൽനീഹി അല വാട്സാപ്പ്. റാസിൽനീഹി അല വാട്സാപ്പ്. അങ്ങനെ അതിൻ്റെ അർത്ഥം വാട്സപ്പ് മീ എന്നാണ് അർത്ഥം. അതെനിക്ക് വാട്സപ്പ് ചെയ്യൂ എന്നർത്ഥം വരും. റാസിൽനീഹി എനിക്കത് അയച്ചു തരൂ, അലൽ വാട്സാപ്പ് വാട്സപ്പിലൂടെ വാട്സപ്പ് ചെയ്യൂ എന്നർത്ഥം. റാസിൽ എന്ന ആ പദം കൽപ്പനാക്രിയയുടെ ഒരു രൂപമാണ്. അയക്കൂ എന്നാണ് അർത്ഥം. സെൻഡ് എന്ന അർത്ഥം വരുന്നുണ്ട് അതിന്. അപ്പോൾ റാസിൽ എന്ന് അല്ലാതെ വേറെ കൽപ്പനാക്രിയയുടെ രൂപവും ഉപയോഗിക്കാം. അതാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. അർസിൽനീഹി അല വാട്സാപ്പ് എന്ന് പറയാം. അതിൻ്റെ ശരിയായ അർത്ഥം സെൻഡ് മീ ഓൺ വാട്സാപ്പ് എന്നാണ്. സെൻഡ് മീ ഓൺ വാട്സാപ്പ് എന്നാണ്. അർസിൽനീഹി സെൻഡ് മീറ്റ് അല വാട്സാപ്പ് ഓൺ ദി വാട്സാപ്പ് എന്നാണ് അതിന് ശരിയായ അർത്ഥം. ഇനി അടുത്തതായി നാം പഠിക്കാൻ പോകുന്നുള്ളത് വാട്സാപ്പ് അനുബന്ധ പദങ്ങളും അവയുടെ അറബി അർത്ഥങ്ങളുമാണ്. വാട്സപ്പുമായി ബന്ധപ്പെട്ട പദങ്ങൾ തഹ്മീൽ, ഇർസാൽ ഇങ്ങനെ തുടങ്ങിയ പദങ്ങൾ അവയുടെ അറബി അർത്ഥങ്ങളുമാണ് നാം പഠിക്കാൻ പോകുന്നുള്ളത്. അതൊന്ന് കാണാം. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കുക. അറബിക് വേർഡ്സ്, പ്രൊണൗൺസിയേഷൻ, ഇംഗ്ലീഷ് വേർഡ്സ് എന്നിങ്ങനെ 3 ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി നോക്കുക. അറബിക് വേർഡ്സ്, പ്രൊണൗൺസിയേഷൻ, ഇംഗ്ലീഷ് വേർഡ്സ്. ഇതിൽ ആദ്യത്തേത് അറബിയിലെ ആദ്യത്തെ അത് കാണുക. റിസാല. റിസാല എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്നാണ് അർത്ഥം. റസായിൽ എന്ന് പറഞ്ഞാൽ മെസ്സേജസ്. റിസാല എന്നതിൻ്റെ പ്ലൂരലാണ് റസായിൽ. അടുത്തത് അർസിൽ. അർസിൽ എന്ന് പറഞ്ഞാൽ സെൻഡ് എന്നാണ് അർത്ഥം. അടുത്തത് ഫീഡിയോ. ഫീഡിയോ എന്ന് അറബിയിൽ പറഞ്ഞാൽ വീഡിയോ എന്നാണ് അർത്ഥം. ഫീഡിയോ ഹാത്ത് എന്ന് പറഞ്ഞാൽ വീഡിയോസ്. വീഡിയോസ് എന്നർത്ഥം വരും. ദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് എന്നാണ് അർത്ഥം. ചാറ്റിംഗ് എന്നതിന് ദർദശ എന്നാണ് അറബിയിൽ പറയുന്നത്. മുഷാറക എന്ന് പറഞ്ഞാൽ ഷെയർ എന്നാണ് അർത്ഥം. ഷെയർ ചെയ്യുക, കൈമാറുക എന്നർത്ഥം. അടുത്തതായി മഖാത്തി ഉൽ ഫീഡിയോ. ഇതിൽ അറബി വേർഡ്സും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വോയിസിൽ നിന്നും അതിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കുക. കാരണം പ്രൊണൗൺസിയേഷൻ കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല എന്നതാണ്. ഓക്കെ, ആദ്യമായി കാണുക മഖാത്തി ഉൽ ഫീഡിയോ. മഖാത്തി ഉൽ ഫീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലിപ്സ് എന്നാണ് അർത്ഥം. മഖാത്തി ഉൽ ഫീഡിയോ, വീഡിയോ ക്ലിപ്സ്. ഹദ്ഫുൽ ബയാനാത്ത്, ഡിലീറ്റിംഗ് ഡാറ്റാസ്. ഹദ്ഫ്, ഡിലീറ്റ്, ഡിലീറ്റിംഗ് എന്നർത്ഥം. ഹദ്ഫുൽ ബയാനാത്ത്, ഡിലീറ്റിംഗ് ഡാറ്റാസ്. തബാദുൽ മാലൂമാത്ത്. തബാദുലുൽ മാലൂമാത്ത് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻസ്. അതുപോലെ അൽ അഖ്ബാറുൽ കാദിബ, ന്യൂസസ്. അൽ അഖ്ബാറുൽ കാദിബ, ഫേക്ക് ന്യൂസസ്. അഖ്ബാർ, ന്യൂസസ്, വാർത്തകൾ എന്നർത്ഥം. അൽ കാദിബ, ഫേക്ക്, കളവായ എന്നർത്ഥം. കളവായ വാർത്തകൾ എന്നർത്ഥം വരും. തഹ്മീൽ എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് എന്നാണ് അർത്ഥം. ബഹസ് എന്ന് പറഞ്ഞാൽ സെർച്ച് എന്നർത്ഥം. സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക എന്നർത്ഥം. അടുത്തതായി അറബിക് വേർഡ്സ്, ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് തന്നെയാണ് ഇതിലും ഉള്ളത്. സൂറ ഷഖ്സിയ, സൂറത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ പിക് എന്നാണ് അർത്ഥം. സൂറത്തു ഷഖ്സിയ, പ്രൊഫൈൽ പിക്. റസായിലുൻ സൗത്തിയ, വോയിസ് മെസ്സേജസ്. റസായിൽ സൗത്തിയ, വോയിസ് മെസ്സേജസ്. റസായിൽ കിതാബ അല്ലെങ്കിൽ റസായിൽ നസ്വിയ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജസ് എന്നർത്ഥം. ശേഷമുള്ള ആ പദം റംസുൽ മജ്മുഅത്തി ബിൽ വാട്സാപ്പ് എന്നർത്ഥം. റംസുൽ മജ്മുഅത്തി ബിൽ വാട്സാപ്പ് എന്നാണ്. അത് ഒരു വാക്യമാണ്. അങ്ങനെ പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഐക്കൺ എന്നർത്ഥം. ഇവിടെ റംസ് എന്ന് പറഞ്ഞാൽ ഐക്കൺ എന്നർത്ഥം. അൽ മജ്മുഅ ഗ്രൂപ്പ്, ബിൽ വാട്സാപ്പ് വാട്സപ്പിലെ എന്നർത്ഥം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ എന്നർത്ഥം. അപ്പോൾ റംസുൽ മജ്മുഅ ഗ്രൂപ്പ് ഐക്കൺ എന്തിൻ്റെ? ബിൽ വാട്സാപ്പ്, വാട്സപ്പിലുള്ള വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഐക്കൺ എന്നർത്ഥം വരും.
റംസുൽ മജ്മുഅ ബിൽ വാട്സാപ്പ് എന്ന വാക്യം. ഈ പറയുന്ന വേർഡ്സുകളൊക്കെ നമ്മുടെ നിത്യ വാട്സപ്പ് ലൈഫിൽ കൂടുതലായി ഉപയുക്തമായ ഒന്നാണ്. വാട്സപ്പ് ലൈഫ് എന്ന് പറയാലോ, കാരണം വാട്സപ്പുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ജനങ്ങൾ പറയുന്നത് ക്രയവിക്രയങ്ങൾ നടത്തുന്നുള്ളത്. അതുകൊണ്ടാണ് വാട്സപ്പ് ലൈഫ് എന്ന് പറഞ്ഞത്. ഈ വാട്സപ്പ് ലൈഫിൽ കൂടുതലായി ഉപയോഗിക്കുന്ന പദമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ കിട്ടിയ വൊക്കാബുലറീസ് ഒക്കെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഒരു പേനയെടുത്ത് കുറിച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഈ ഭാഷാപ്രേമികളോടുള്ള എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ഭാഗം നോക്കാം. ഇതിൽ അറബിക് വേർഡ്സ്, പ്രൊണൗൺസിയേഷൻ, ഇംഗ്ലീഷ് വേർഡ്സ് എന്നിങ്ങനെ 3 ഭാഗവുമുണ്ട്. അറബിക് വേർഡ്സ് നോക്കുക. അർസിൽനി എന്ന് പറഞ്ഞാൽ സെൻഡ് മീ എന്നർത്ഥം. ഇഹ്ദിഫ്ഹു ഡിലീറ്റ് ഇറ്റ് എന്നർത്ഥം. തമ്മൽ ഹദ്ഫു എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് എന്നാണ് അർത്ഥം. തമ്മൽ ഹദ്ഫു ഡിലീറ്റഡ്. അസിൽഹു മിനൽ മജ്മുഅ റിമൂവ് ഹിം ഫ്രം ദി ഗ്രൂപ്പ്. ഒരാളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറയാണ്, അയാളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയേക്കുക എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ഡാറ്റയെ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കൂ എന്ന് പറയാൻ. ഒഴിവാക്കുക എന്ന കൽപ്പനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസിൽഹു മിനൽ മജ്മുഅ. അസിൽ റിമൂവ്, ഹു ഇറ്റ് അല്ലെങ്കിൽ ഹിം, മിനൽ മജ്മുഅ ഫ്രം ദി ഗ്രൂപ്പ്, റിമൂവ് ഹിം ഫ്രം ദി ഗ്രൂപ്പ് എന്ന അർത്ഥം വരും. അതുപോലെ അടുത്ത പേജ് നോക്കാം. ആദ്യമായി ഹലറുൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എന്നാണ് അർത്ഥം. ഹലർ ബ്ലോക്ക്. രണ്ടാമത്തത് ഹെർമാൻ എന്ന് പറഞ്ഞാൽ ബാൻ എന്നാണ് അർത്ഥം. ബാൻ ചെയ്യുക എന്നർത്ഥം വരും. മുക്കാലമാത്തുൽ ഫീദിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾസ് എന്നാണ് അർത്ഥം. റസായിലു തൽഖാഇയ്യ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മെസ്സേജസ് എന്നാണ് അർത്ഥം. ഹസ്ഫുദ് ദർദഷാത്ത് ഡിലീറ്റ് ചാറ്റ്സ്. ഹസ്ഫുദ് ദർദഷാത്ത് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചാറ്റ്സ്. അതുപോലെ അൽ ഏദാദാത്ത് സെറ്റിംഗ്സ്, അൽ മുലഫാത്ത് ഫയൽസ്, അൽ മുസ്തനദാത്ത് ഡോക്യുമെൻറ്റ്സ്, ഹാലത്തുൽ വാട്സപ്പ് സ്റ്റാറ്റസ്. ഹാലാത്തുൽ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസസ് എന്നർത്ഥം വരും. ഹാലാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലൂറലാവും. പൊതുവെ പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് എന്നാണല്ലോ. അപ്പോൾ ഹാലത്തുൽ വാട്സപ്പ് സ്റ്റാറ്റസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വാട്സാപ്പ് എന്ന് എഴുതുമ്പോൾ വാട്സ് ആപ്പ് എന്നും എഴുതാം. ഇതുപോലെ ചേർത്ത് വാട്സാപ്പ് എന്നും എഴുതാൻ പറ്റുന്നതാണ്. അതുകൂടി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള പ്രത്യേക വിഷയങ്ങളും അതിൻ്റെ അനുബന്ധ പദങ്ങളും നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചത്, ഞാൻ പഠിച്ച സ്ഥാപനത്തെ പരിചയപ്പെടുത്താനാണ്. അതായത് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയായ കാസർഗോഡ്. ആ കാസർഗോഡിലെ സീതാംകോളി എന്ന് പറയുന്ന പ്രദേശത്ത് കട്ടത്തടുക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന സ്ഥാപനമാണ് ഞാൻ പഠിച്ച സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്തുകയും കൂടി ഈ വീഡിയോയിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ആ സ്ഥാപനത്തെ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ആ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നന്മകൾ ചെയ്യാനും അത് നേടുവാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ
ഉലമാക്കളുടെയും ഉസ്താദന്മാരുടെയും ഗുരുനാഥന്മാരുടെയും പൊരുത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയായി, അതിനൊക്കെ ഉപകരിക്കുന്ന ഇൽമായി അള്ളാഹു നമ്മുടെ ഇൽമിനെ കബൂൽ ചെയ്യട്ടെ. എന്നാൽ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.